മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഗുളിക കഴിച്ചുണ്ടാവും, ബോധമില്ലാതെ ഉറങ്ങിപ്പോയി. സാരമില്ല, നീ വേഗം പോവാൻ നോക്ക്. മായേ, നീ വെപ്രാളപ്പെട്ട് റോഡിൽ കൂടി ഓടരുത്. മോള് സ്കൂളിൽ ടീച്ചർമാരുടെ കൂടെ ഉണ്ടാവും. നീ അങ്ങോട്ട് ചെന്നാ മതി. ആ, ഞാൻ പോയിട്ട് വരാം. മോളെ, അമ്മ ഇതിന് വന്നില്ലേ? ഇല്ല അങ്കിൾ. സങ്കടപ്പെടണ്ട, അമ്മ ഇപ്പൊ വരും. അമ്മ ഒരുപാട് വൈകിയോ മോളെ? ഇല്ല, ഇപ്പൊ സ്കൂൾ വിട്ട് എല്ലാവരും പോയതേ ഉള്ളൂ. മായ എന്താ താമസിച്ചത്? ഞാൻ ഉച്ചയ്ക്ക് ഒരു ഗുളിക കഴിച്ച് കിടന്നതാ, ഉറങ്ങിപ്പോയി. അമ്മ വിളിച്ചപ്പോഴാ എഴുന്നേറ്റത്. സമയം നോക്കിയപ്പോ താമസിച്ചെന്ന് മനസ്സിലായി. പിന്നിങ്ങ് ഓടിപ്പോന്നതാ. മായ ഇതുവരെ വന്നില്ലെന്ന് മീര എന്നോട് വന്ന് പറഞ്ഞു. സ്കൂൾ ബസ് പോയതുകൊണ്ട് അതിൽ കയറ്റിവിടാനും പറ്റിയില്ല. മായ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് മോളോട് ഇവിടെ സ്റ്റാഫ് റൂമിന് മുമ്പിൽ നിന്നോളാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടി നോക്കിയിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചേനെ. എന്തായാലും ഇപ്പൊ എത്തിയല്ലോ. താങ്ക് യു ടീച്ചർ. ഇറ്റ്സ് ഓക്കെ. ഇനി ഇതുപോലെ താമസിക്കുമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. ശരി, എന്നാ പൊക്കോ. ബൈ മീര, നാളെ കാണാം. ബൈ മിസ്. പോവാം. വരട്ടെ. അമ്മയൊക്കെ പേടിച്ചു പോയച്ചാ. അമ്മയോട് പേടിക്കണ്ടെന്ന് മോള് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാനത് എപ്പോഴും പറയുന്നതാ. എന്നാലും അമ്മയ്ക്ക് പേടിയാ. എന്നെ ഇത്തിരി നേരം കണ്ടില്ലെങ്കിൽ അപ്പൊ അമ്മയ്ക്ക് പേടിയാവും. എന്താ അച്ഛനും മോളും കൂടി എന്റെ കുറ്റം പറയാ? അപ്പോ ഞങ്ങള് കുറ്റം പറയാൻ മാത്രം എന്തോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം അല്ലേ? ഹരിയേട്ടൻ ചായ കുടിക്ക്. എനിക്കും വേണം ചായ. കുടിച്ചോ. വേണ്ട ഹരിയേട്ടാ, മീരയ്ക്ക് പാല് കൊടുത്തോളാം. വേണ്ട, എനിക്ക് ചായ മതി. പറഞ്ഞ അനുസരിക്കും മോളെ. അവള് ചായ കുടിച്ചോട്ട് മായേ. എല്ലാ കാര്യങ്ങളും അച്ഛനെ സോപ്പിട്ടങ്ങ് സാധിച്ചോണം കേട്ടോ. മോള് കുടിക്കേ. ഇനി അച്ഛൻ കുടിച്ചോ? മോക്ക് മതിയോ? മതി അച്ഛാ, ഇനി അച്ഛൻ കുടിച്ചോ. ആ മായേ, താനിന്ന് ഒത്തിരി പേടിച്ചെന്ന് മോള് പറഞ്ഞല്ലോ. അതെ ഹരിയേട്ടാ, എനിക്ക് ഉച്ചയ്ക്ക് നല്ല തലവേദനയായിരുന്നു. ഞാനൊരു ഗുളിക കഴിച്ച് കിടന്നതാ, ഉറങ്ങിപ്പോയി. അമ്മ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞത്. പിന്നെ പെട്ടെന്ന് ഓടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ഒരു ഓട്ടോ ആയിരുന്നു. കൊള്ളാം. താൻ എന്തിനാ മായ ഇങ്ങനെ ഓടുന്നത്? മോള് സ്കൂൾ ബസ്സിൽ പോയി വരില്ലേ? അല്ലാതെ ഇങ്ങനെ കാലത്തും വൈകിട്ടും ഓടേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ ഹരിയേട്ടാ. എന്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയും വരികയും ചെയ്തോളാം. അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഹരിയേട്ടാ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ? എനിക്കൊരു ടൈം പീസ് വാങ്ങിത്തരാവോ? അതിന് തനിക്ക് മൊബൈലില്ലേ? ഓ, എന്റെ മൊബൈലിന്റെ കാര്യമൊന്നും പറയണ്ട. ടൈം പീസിൽ അലാം സെറ്റ് ചെയ്ത് വെച്ചാ ഉറങ്ങിയാലും കൃത്യസമയത്ത് എഴുന്നേറ്റ് മീരയെ വിളിക്കാൻ പോവാലോ. ഉടനെ വാങ്ങിത്തരാം കേട്ടോ. ചായ കുടിക്ക്, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ അമ്മയടുത്ത് പോയിട്ട് വരാം അച്ഛാ. മോളെ, അമ്മ ഇപ്പൊ ഇങ്ങ് വരും. അമ്മയ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ?
മോൾ എന്ത് ഹെൽപ്പാ ചെയ്തു കൊടുക്കുന്നേ? ഗ്ലാസ് ഒക്കെ കഴുകി കൊടുക്കാം, പാത്രമൊക്കെ എടുത്തു കൊടുക്കാം, അമ്മയ്ക്ക് കൈ തുടയ്ക്കാൻ തുണി എടുത്തു കൊടുക്കാം. അങ്ങനെ കുറെ ഹെൽപ്പ് ഉണ്ട്. കൊള്ളാലോ. ഇതൊക്കെ മോള് ചെയ്യൂ? അമ്മ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. അമ്മയുടെ ജോലിയെല്ലാം പെട്ടെന്ന് തീർത്താൽ അമ്മയ്ക്ക് നമ്മുടെ കൂടെ വേഗം വന്ന് കിടക്കാലോ. അത് ശരിയല്ലേ? എന്നാ ഇന്ന് അച്ഛനും വരാം. നമുക്കിന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യാം. വാ. അമ്മയും മോളും പോയി തൊഴുതോ, ഞാൻ വഴിപാടിന് റെസിപ്റ്റ് എടുത്തിട്ട് വരാം. ശരി, വാ മോളെ. ഒരു അർച്ചന വേണേ, പിന്നെ ഒരു പാൽപ്പായസം. കൃഷ്ണ, മോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണ. എൻ്റെ കൃഷ്ണ ഭഗവാനെ, അച്ഛൻ്റെ അമ്മയുടെ സങ്കടങ്ങളെല്ലാം മാറ്റണേ. അച്ഛന് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റണേ. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണേ. അമ്മയ്ക്ക് എപ്പോഴും നല്ല സന്തോഷം നൽകണേ. മുത്തശ്ശിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ. എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റണേ. ആ ശരി. അമ്മേ, ഇവിടെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വഴിപാടുകളുടെയും റെസിപ്റ്റ് എടുത്തു. കൃഷ്ണ ഭഗവാനെ, എന്റെ മോളെ കാത്തോളണേ. അവൾക്കൊരു ആപത്തും വരാതെ കാത്തു രക്ഷിക്കണേ. മീരമോൾക്ക് വേണ്ടി ഞാൻ ഇന്നു മുതൽ വ്രതങ്ങളെല്ലാം എടുത്തുകൊള്ളാമേ. എന്റെ ആയുസ് മുഴുവൻ ഒരു കുഴപ്പമില്ലാതെ എന്റെ മീരമോളെ എനിക്ക് കാണാൻ സാധിക്കണേ ഭഗവാനെ. ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഭഗവാനല്ലാതെ ഒരാശ്രയവും ഞങ്ങൾക്കില്ല. രക്ഷിക്കണേ കൃഷ്ണ. മോളെ, നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് വരാം. വാ. ഇതെന്താ അമ്മേ കറി? നല്ല ടേസ്റ്റ്. പേര് പറഞ്ഞാലൊന്നും നിനക്കറിയില്ല. ദാ കഴിക്ക്. ആ, നീ കഴിച്ചില്ലല്ലോ മായേ. ഞാൻ ഇതിന്റെ കൂടെ കഴിച്ചോളാം അമ്മേ. അമ്മേനെ പിടിച്ചിരുത്തി കഴിപ്പിക്കും പോലെ മുത്തശ്ശിയുടെ മോളെ പിടിച്ചിരുത്തി കഴിപ്പിക്കണം, എന്നാലേ ശരിയാവും. അതെ, മോള് പറഞ്ഞതാ ശരി. ഇനി അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. കഴിക്ക്. കഴിച്ചോ? മതിയമ്മേ. ഇതും കൂടി വേണ്ട. എന്നാ പോയി വാ കഴുകിയിട്ട് വാ. ആഹാ,
ഇത്ര വേഗം രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞോ? കൊച്ചിന് കൊടുത്ത കൂട്ടത്തില് ഞാനും കഴിച്ചു. ഇല്ല മുത്തശ്ശി, അമ്മ കഴിച്ചില്ല. എന്നോടൊപ്പം കഴിക്കാന്ന് പറഞ്ഞെങ്കിലും ഇത്തിരി പോലും കഴിച്ചില്ല. നീ എന്നു മുതലാ മായേ എന്നോട് നുണ പറയാൻ തുടങ്ങിയത്? നിന്നെ കണ്ടുവേണ്ടേ നിന്റെ മോള് പഠിക്കാൻ? അവളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ നുണ പറയാൻ തുടങ്ങിയാലേ. അതെ, നുണ പറയുന്നത് ചീത്ത കുട്ടികളാ. അമ്മ വഴക്ക് പറയുമെന്ന് വിചാരിച്ചാ ഞാൻ നുണ പറഞ്ഞത്. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ കഴിക്കാതെ നടക്കുന്ന എന്തിനാ? അത് ഞാൻ വ്രതത്തിലായിരുന്നു അമ്മേ. ഇന്ന് ഒരു നേരം ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ. അത് ഞാൻ വൈകിട്ട് കഴിച്ചോളാം. അല്ല, ഇതെന്തിനാ നീ ഇങ്ങനത്തെ വ്രതമൊക്കെ എടുക്കുന്നത്? മോക്ക് വേണ്ടി എടുക്കുന്ന വ്രത. അതാര് പറഞ്ഞാലും ഞാൻ ചെയ്യാതിരിക്കില്ല. അമ്മ വെറുതെ എന്നെ നിർബന്ധിക്കരുത്. മായേ, ഒരു വ്രതം എടുക്കുന്നതിന് തയ്യാറെടുപ്പുകളൊക്കെ വേണം. നീ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി വ്രതമൊക്കെ എടുത്താ അത് നിന്റെ ആരോഗ്യം നശിപ്പിക്കും. എനിക്കൊന്നും പറ്റില്ലമ്മേ. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. എത്രയോ മനുഷ്യരാ ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുന്നത്. അവർക്കേ അതൊക്കെ ശീലമാ. അത്തരം ജീവിതശൈലിയിൽ ജീവിച്ചു വന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. എന്നും ഏറ്റവും കുറഞ്ഞത് 3 നേരവും ആഹാരം കഴിച്ച് ശീലിച്ചവളല്ലേ. അപ്പോ ശരീരം അത് പ്രതീക്ഷിക്കും. പതിവുകൾ തെറ്റുമ്പോ അസുഖങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാവും. അതൊക്കെ ഞാൻ സഹിച്ചോളാം. അമ്മ എനിക്ക് വേണ്ടി എന്തിനാ കഴിക്കാതിരിക്കുന്നത്? മോക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ അമ്മ പ്രാർത്ഥിക്കുന്നതല്ലേ. അതിന് ആഹാരം കഴിക്കാതിരുന്നാ മതിയോ? മനസ്സിന് ഏകാഗ്രത കൂടാനാ ആഹാരം കുറയ്ക്കുന്നത്. പിന്നെ കാര്യമായി വ്രതം അനുഷ്ഠിച്ച അതിനുറപ്പായും പ്രയോജനം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെയും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെയും വ്രതം എടുത്താ എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. അതിത്ര അറിയാനൊന്നുമില്ല. ഞാൻ ആത്മാർത്ഥമായി തന്നെയാ എന്റെ മോക്ക് വേണ്ടി വ്രതം നോക്കുന്നത്. ഭഗവാൻ എന്നും എന്റെ മോക്ക് തുണയായി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വാ മോളെ. ആ, മോനിന്ന് ദൂരെയായിരുന്നോ ജോലി? ആ, അതാ ഇത്ര താമസിച്ചത്. ആ, ദാ അമ്മ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ആഹാ, ഹരിയേട്ടൻ എത്തിയോ? കുറച്ചുകൂടെ ലേറ്റ് ആവുന്ന ഞാൻ കരുതിയേ. കുറച്ചുകൂടെ താമസിക്കുന്ന ഞാനും കരുതിയത്. അതാ താൻ ഫോൺ ചെയ്തപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞേ. പക്ഷെ ഭാഗ്യത്തിന് ചെന്ന സ്ഥലത്തിൽ അധികം പോസ്റ്റ് ആവേണ്ടി വന്നില്ല. എന്നാലേ ഹരിയേട്ടൻ വേഗം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് കഴിക്കാം നമുക്ക്. ഹരി, ഇവളെ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ അമ്മേ, ഞാനിപ്പോ കഴിക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതെന്താ മായേ താൻ ഇതുവരെ ഒന്നും കഴിക്കാതിരുന്നത്? അമ്മ വ്രതത്തിലാ അച്ഛാ. വ്രതത്തിലോ? മോക്ക് വേണ്ടി ഞാൻ വ്രതം എടുത്തിരിക്കുക. ഹരിയേട്ടൻ കൂടി ഇനി ഉപദേശിക്കണ്ട. അമ്മ ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഉപദേശം കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ കുളിച്ചിട്ട് വരുന്നവരെ താൻ വെയിറ്റ് ചെയ്യണ്ട. താൻ കഴിച്ചോ. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ആ, താൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ. ആഹാ, കൊള്ളാലോ. അലാറം ചെക്ക് ചെയ്ത് നോക്കിയോ ഹരിയേട്ടാ? ആ, നോക്കി. നല്ല സൗണ്ട് ഉണ്ടല്ലോ. ഉണ്ട്. അത് മതി. ഇതെന്തിനാ അമ്മേ? അലാറം എന്തിനാ? നമ്മളെ കൃത്യസമയം അറിയിക്കാനും ഉറങ്ങിപ്പോയാ വിളിച്ചുണർത്താനും. മനസ്സിലായോ? അത് കൊള്ളാം. ഹരിയേട്ടാ, ഇത് മുറിയിലോട്ട് വെച്ചോ. വേഗം കുളിച്ചിട്ട് വാ. ആ മോളെ, മോള് കഴിക്കാൻ നോക്ക്. ഹരിയേട്ടനും കൂടി വന്നിട്ട് കഴിക്കാമേ. അച്ഛാ, അമ്മ ഇപ്പൊ കഴിക്കുന്നില്ലെന്ന്. അല്ല, ഞാൻ കഴിക്കുന്നുണ്ട്. അപ്പൊ കഴിച്ചേക്കാം. അല്ലെങ്കിൽ ഇവിടെ വെറുതെ എന്നെ വഴക്ക് ഞാൻ പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാം. മോളും കൂടി ഇരിക്കും. വാ.
ഞാൻ ഇപ്പോഴും കഴിക്കും, അച്ഛൻ്റെ കൂടെയും കഴിക്കും. ആഹാ, പറയുന്നേക്കെ കൊള്ളാം. കഴിച്ചാ മതി. ഉം. ഉം. ഭഗവാനെ കൃഷ്ണ, രക്ഷിക്കണേ. ഇന്ന് ഞാൻ ജലപാനം പോലും ഇല്ലാത്ത വ്രതം. എല്ലാം എന്റെ മോക്ക് വേണ്ടിയാ. മോളെ കാത്തോളണേ ഭഗവാനെ. അവക്കൊരു അസുഖം ഉണ്ടാവാതെ കാത്തോളണേ. ആമായേ, അല്ല നീ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞോ? മോള് ചായ കുടിച്ചില്ലല്ലോ. അല്ല, ഇന്നും വ്രതമാണോ? അതെ, ഇന്ന് ജലപാനം പോലും ഇല്ലാത്ത വ്രത. നീ ഇതെന്ത് വിചാരിച്ചാ? വെള്ളം കുടിക്കാതിരുന്ന പെട്ടെന്ന് വയ്യാണ്ടാവില്ലേ മോളെ? ഇല്ലമ്മേ, അതൊന്നും കുഴപ്പമില്ല. അമ്മ എന്റെ മനസ്സ് തളർത്താൻ നോക്കാതിരുന്നാ മതി. എന്റെ ഭഗവാനെ, എന്റെ മായമോളെ കാത്തോളണേ. അമ്മേ, എന്തൊരു തലവേദന. മാറുന്നില്ലല്ലോ. മണി 3 ആയല്ലോ. ഞാൻ മീരെ വിളിച്ചിട്ട് വരാം. ആ, നിനക്കെന്താ മോളെ വയ്യേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ലമ്മേ. ചെറിയൊരു തല ഇറക്കം. ഇങ്ങനെ ജലപാനം പോലും ഇല്ലാതിരുന്ന തല കറങ്ങില്ലേ? നീ നടന്നു പോണ്ട, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ശരി. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മക്കൾ അനുസരിക്കാൻ പാടാ. എന്നാലും നല്ല കാര്യത്തിനായതുകൊണ്ട് മായയെ എതിർക്കാനും വയ്യ. ഇതിന്റെ ഫലം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തോളണേ. അമ്മേ, ഇന്ന് ടീച്ചർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു. ആണോ? അമ്മയ്ക്ക് എന്തു പറ്റി? വയ്യാത്ത പോലെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് തലവേദന എടുക്കുന്ന, അതുകൊണ്ടായിരിക്കും. എന്നാ നമുക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് പോയാലോ? വേണ്ട,
വീട്ടിൽ പോയിട്ടേ കുറച്ചു നേരം കിടക്കുമ്പോ മാറിക്കോളും.